ഹലോ. അപ്പോൾ ഇതാ സമയം ഒരു രാവിലെ 6 മണി 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതാ രാവിലെ തന്നെ എല്ലാവരും പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പുക എന്താ ഇങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര കൊതുക് ശല്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഈർച്ചപ്പൊടിയിൽ കുറച്ച് ശീമക്കൊന്നേൻ്റെ ഇലയും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇട്ട് കൊതുക് വരാണ്ടിരിക്കാൻ വേണ്ടി പുകയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ അച്ഛനും അമ്മയും അനിയനൊക്കെ ഫുൾ ബിസിയാണ്. അമ്മ മൂടിച്ചട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് മൂടിച്ചട്ടി ഉണ്ടാക്കുന്ന പ്രോസസ്സ് കേട്ടോ. ഇതിപ്പോൾ ചക്രത്തിൽ വെച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ അമ്മ അച്ചൊക്കെ വെച്ചിട്ട് അമ്മ സ്വന്തമായിട്ടാണ് കേട്ടോ അതിന്റെ ഫുള്ള് പ്രോസസ്സും ചെയ്യാറുള്ളത്. സ്ലോ ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ആദ്യം അമ്മ ഇപ്പൊ കയ്യിലെടുത്ത സാധനം ഉണ്ടല്ലോ, അത് നമ്മളെ അച്ചൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ തട്ടി തട്ടി പരത്തി അങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് അതിന്റെ സെന്റർ ഭാഗത്ത് നല്ല നനഞ്ഞൊരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഈ വട്ടത്തിലുള്ള സാധനം കണ്ടോ, അത് മണ്ണുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ മണ്ണ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കും. എന്നിട്ട് അത് മുറിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഷേപ്പ് ആക്കിയിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് നന്നായി ഒട്ടിച്ചു കൊടുക്കും. പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി ഒരു ഷേപ്പ് ഒക്കെ ആക്കിയതിന് ശേഷമാണ് ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് അതിൽ വെച്ചിങ്ങനെ കൈ കൊണ്ട് തന്നെ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കും. ഒരു കൈ കൊണ്ട് നനഞ്ഞ തുണിയിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ ആക്കുമ്പോഴത്തേക്കും അത് കറക്റ്റ് മൂടിൻ്റെ ഷേപ്പായിട്ട് വരും കേട്ടോ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിസ്സാരം ഒരു മൂടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം സമയവും അധ്വാനമാണ് വേണ്ടതെന്ന്. ഇത് മാത്രം പോരാ, നല്ല അറിവും അതിനനുസരിച്ചുള്ള കൈവഴക്കവും വേണം കേട്ടോ. വട്ടം ഉണ്ടാക്കുന്നത് കാണിക്കായിരുന്നു, പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്കും അമ്മ അത് നേരത്തെ ഉണ്ടാക്കി വെച്ചതാ തോന്നുന്നേ. ഇനി സമയമുണ്ടല്ലോ, ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ മൂടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയൊക്കെ വരുമ്പോൾ പിന്നെ നമ്മളിതിൽ കാവിയൊക്കെ തേച്ച്, അതായത് കളർ കാവി ചുവന്ന മണ്ണുണ്ടല്ലോ അത് കലക്കിയിട്ട് അത് തേച്ച് നന്നായിട്ട് ഉണങ്ങി അതും നല്ലോണം തേച്ച് മിനുക്കിയിട്ട് പിന്നെയാണ്ടോ നമ്മൾ ചോള വെക്കുക. എന്ത് രസമല്ലേ ഓരോന്നും കാണാനൊക്കെ. പക്ഷെ ഇതിന്റെ പുറകിലുള്ള കഷ്ടപ്പാട് കണ്ടെന്നെ മനസ്സിലാക്കണം.